ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെയാണ് ഷോർട്സിൻ്റെ തംബ്ലൈൻ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ മിക്കവർക്കും അറിയത്തില്ല ഷോർട്സ് വീഡിയോയിൽ എങ്ങനെയാണ് തംബ്ലൈൻ എല്ലാം സെറ്റ് ചെയ്യുന്നത്. എന്നാൽ ഒട്ട് അതിനകത്തൊന്നും കാണുന്നില്ല, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ട്. ഞാൻ എന്തായാലും ഞാൻ ഓൾറെഡി ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ആക്കുക. ഇവിടെ നിങ്ങൾക്ക് ഏത് ഷോർട്സാണോ അപ്ലോഡ് ആക്കേണ്ടത് ജസ്റ്റ് നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് പോവാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു പെൻസിലിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നു ലെഫ്റ്റ് സൈഡിൽ. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണും. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരു തംബ്നെയിൽ സെറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്സിൻ്റെ തംബ്നെയിൽ എന്ന് പറയുമ്പോൾ 9:16 ആണ്. അങ്ങനെ ഒരു തംബ്നെയിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോയുടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ആ ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഈ എഡിറ്റ് ഓപ്ഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ വീഡിയോയിൽ ഉള്ള എവിടെ വേണേലും നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു സംഭവം ഞാൻ 0.2 സെക്കൻഡിലേ കൊടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് മാഞ്ഞു പോകും, നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ തംബ്നെയിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. നമ്മൾ നോക്കും വീഡിയോയിൽ എങ്ങും ആ സംഭവമില്ല, പക്ഷേ ആ ഒരു ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ തംബ്നെയിൽ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക്, പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇങ്ങനൊന്ന് സെറ്റ് ചെയ്യുക, അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ. ഇത് ഈസിയാണ്. നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ സമയത്ത് ഒരെണ്ണം ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അത് കൊടുക്കുക. ഇവിടെ താഴെ ഡൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, തംബ്നെയിൽ സെറ്റായി അവിടെ വരും. അത് പിന്നെ മാറത്തില്ല. പിന്നെ ടൈറ്റിൽ കൊടുക്കുക, നിങ്ങളുടെ വിസിബിലിറ്റി, ഓഡിയൻസ് കാര്യങ്ങളെല്ലാം കൊടുത്ത് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ തംബ്നെയിൽ അവിടെ സെറ്റായി വരും. ഇപ്പോഴും ഞാൻ പറയാണ്, അറിയാതെ എങ്ങനെ ഷോർട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാനോ അത് ചേഞ്ച് ആക്കാനോ പറ്റില്ല. നമ്മൾ ലോങ് വീഡിയോസ് പോലുള്ള ഷോർട്ട് വീഡിയോസ് നമുക്കതിൽ ഒന്ന് അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ടൈറ്റിൽ മാറ്റുന്നതല്ലാതെ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ യൂട്യൂബേഴ്സും കാര്യസും നല്ല യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു എടുക്കുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.